ഗൗതം, ചിന്തയെ തൊടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനി ചിന്താ ജെറോമിനെ തൊട്ടാൽ പണി വരുന്നത് ഏത് വഴിക്കാണെന്നറിയില്ല. ചിലപ്പോൾ പോലീസ് വഴിയായിരിക്കും, ചിലപ്പോൾ CPM-ന്റെ കൊട്ടേഷൻ വഴിയായിരിക്കും, ചിലപ്പോൾ ഇന്നോവയും വരാം. എന്താണ് ഇപ്പോൾ ചിന്തയുടെ പുതിയ പ്രശ്നം? ഹണി റോസിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കിപ്പം വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം പല മാധ്യമങ്ങൾക്ക് മുമ്പാകെ ചിന്താ ജെറോം വന്നിട്ട് പ്രതികരിക്കുന്നത്. സമാനമായ രീതിയിൽ ഹണി റോസിന് എങ്ങനെയാണോ നേരിട്ടത് ആ രീതിയിൽ തന്നെ ഏറെക്കാലം തുടരെ തന്നെ സൈബർ ലോകത്ത് കൊന്ന് കൊലവിളിക്കുകയായിരുന്നു പല ആളുകളും, മുഖം മൂടിയില്ലാത്ത പ്രൊഫൈലുകളിൽ വന്നുകൊണ്ട്. അന്നേരമൊന്നും തന്നെ പിന്തുണച്ചുകൊണ്ട് ഈ ഹണി റോസിന് ഇപ്പോൾ എങ്ങനെയാണോ ആളുകൾ പിന്തുണയ്ക്കുന്നത് ആ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് ആരും വന്നില്ലായിരുന്നു. അതിൻ്റെ സങ്കടം തനിക്കുണ്ട് എന്നാണ് ഇപ്പോൾ ചിന്താ ജെറോം വ്യക്തമാക്കുന്നത്. അതായത് പല രാത്രികളും നേരം പുലരുവോളം താൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പല കമൻറ്റുകളും കണ്ടപ്പോൾ. ഏത് രീതിയിലാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ രാഷ്ട്രീയം, അത് തെറ്റായിരിക്കാം, ആ രാഷ്ട്രീയം തെറ്റാണെങ്കിൽ കൂടി ഈ രീതിയിലാണോ ആക്രമിക്കേണ്ടത്? തൻ്റെ ശാരീരികപരമായിട്ട് തന്നെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റ് പല രീതികളിലും താൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചിന്താ ജെറോം ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം, അവർ SFIയുടെ ഒരു തീപ്പൊരി നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ മുൻ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. നിലവിലിപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ് ചിന്താ ജെറോം. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പം CPM-ന്റെ ഒരു സമ്മേളനത്തിൽ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ബിയർ ബോട്ടിലാണെന്നും അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടുണ്ടായി. പിന്നീട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അതൊരു ചിന്തയുടെ ഒരു ആകുലത, അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം ചിന്ത പറയുന്നത് പൊട്ടത്തെറ്റായിരിക്കാം. ചിന്ത ഈ പൊതിച്ചോറിൻ്റെ കാര്യത്തിലൊക്കെ DYFI നടത്തുന്ന പൊതിച്ചോറിൻ്റെ കാര്യത്തിൽ പൊതിച്ചോറ് നടത്തുന്നവരാടോ DYFI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ വലിയ രീതിയിലുള്ള ആശുപത്രികളിൽ കൃത്യമായ സജ്ജീകരണങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ DYFI ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ആളാണ് ചിന്ത. ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം, നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ എല്ലാത്തിലും 100% നമ്മൾ പെർഫെക്റ്റ് അല്ല, ഒരാളും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ 100% ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്കൊരു ബോധം വേണം, അല്ലേ? നമ്മൾക്കതൊരു ബോധമില്ലാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ എന്നെയൊക്കെ വാരി വലിച്ചിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് പലരും. ഞാൻ ഈ മാധ്യമപ്രവർത്തക രംഗത്ത് വന്നതിന് ശേഷം പല ട്രോളുകളും കണ്ടിട്ട് ഈ ചിന്ത രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കരഞ്ഞതുപോലെ ഞാനും ഇടയ്ക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കരയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇടവേളകളിൽ ചിലപ്പോൾ കരയാറുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ സ്വയം ചിന്തിക്കുന്നത്, എൻ്റെ വാ ശരിയല്ലാത്തത് കൊണ്ടല്ലേ വഴിയിൽ പോകുന്നവർ എന്നെ കയറി ട്രോൾ ചെയ്തിട്ട് പോകുന്നത്. ഞാൻ മര്യാദയ്ക്കിരുന്നുവെങ്കിൽ, എൻ്റെ വാ വെച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നുവെങ്കിൽ എന്നെ ട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും എന്തുകൊണ്ട് ട്രോളുന്നില്ല? ഇപ്പോൾ ഉമാ തോമസ് സംസാരിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ട്രോളുന്നില്ല? ഇപ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ, നമ്മുടെ ശൈലജ ടീച്ചർ സംസാരിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ട്രോളുന്നില്ല? വളരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. എത്ര CPM-ലെ വനിതാ നേതാക്കളുണ്ട്. ഗൗരിയമ്മ ഏറ്റവും നല്ല വനിതാ നേതാവായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെയല്ല. പറയുന്നതിൽ ഒരു വ്യക്തത വേണം, ഒരു ബോധം വേണം എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പറയുക, ഇപ്പോൾ പിന്നെ ഒരു പാട്ടിറങ്ങിയ സമയത്ത് ചിന്ത പറഞ്ഞത് സെൽഫിയുടെ രാഷ്ട്രീയം, സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ ചിന്ത ഫേസ്ബുക്കിലിട്ട സെൽഫി എടുത്തിട്ട് ആളുകൾ അലക്കി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് സെൽഫി എടുക്കാം, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അതിനെയാണ് ജനങ്ങൾ ട്രോളാക്കുന്നതും ജനങ്ങൾ വിമർശിക്കുന്നത്. മാത്രമല്ല, അച്ഛനും അമ്മയും കമ്മല് ഏതൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ജിമിക്കിയും കമ്മലും, ആ പാട്ടിൽ ഏതെങ്കിലും അച്ഛന്മാർ അമ്മയുടെ കമ്മലൂരിക്കൊണ്ടുപോയി എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്നു. അമ്മമാരുടെയും പെൺമക്കളുടെയും ആഭരണങ്ങൾ ഊരിക്കൊണ്ടുപോയി കുടിച്ച് കൂത്താടി നടക്കുന്ന എത്രയോ അച്ഛന്മാരുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. ചിന്തയെ സംബന്ധിച്ച് ചിന്ത അത് അറിയുന്നില്ല. അതുകൊണ്ട് സെൽഫിക്കൊരു രാഷ്ട്രീയം. എന്താണ് സെൽഫിയുടെ രാഷ്ട്രീയം? എനിക്കത് മനസ്സിലാകുന്നില്ല. ചിന്ത പറഞ്ഞ സെൽഫിയുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നില്ല.
സെൽഫിയുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. സെൽഫി എടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി വൃത്തിയായി വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ബഹുമാനമാണ് ഈ സെൽഫി എന്ന് പറയുന്നത്. ഒരു ഇടത് രാഷ്ട്രീയം പ്രതിനിധീകരിക്കുന്ന പ്രത്യേകിച്ച് മാർക്സിസമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ആളാണ്. അപ്പം തീർച്ചയായിട്ടും അവർ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ വ്യക്തിവൽക്കരിക്കപ്പെടുന്നു പലതും. അതായിരിക്കാം ആ സെൽഫിയുടെ രാഷ്ട്രീയത്തിലെ പോരായ്മ എന്നുകൊണ്ട്. ഇത് ബിന്ദു പണിക്കർ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അതുപോലെയാണ് സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് എടുക്കണമെന്ന് തോന്നും, ചിലപ്പോൾ കൂട്ടമായിട്ട് നിന്ന് സെൽഫി എടുക്കണമെന്ന് തോന്നും. എല്ലാത്തിലും ഈ രാഷ്ട്രീയം കലർത്തുന്നത് എന്തിനെന്നാണ് എൻ്റെ ചോദ്യം. അച്ഛനും അമ്മയും പിന്നെ കുടിക്കാൻ പോകുമ്പോ അച്ഛൻ അമ്മയുടെ കക്ഷി രാഷ്ട്രീയം ചെലുത്തേണ്ടതിന്റെ ആവശ്യമില്ല. പക്ഷെ എല്ലാത്തിലും ഓരോ പ്രവൃത്തിയിലും ഓരോ നോട്ടത്തിലും ഓരോ പെരുമാറ്റത്തിലും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അതൊരു സത്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിട്ടെ, ഇപ്പൊ ഞാനൊരു ചോദിച്ചോട്ടെ, ഇവിടെ കൂട്ടമായിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഞാൻ അതിലൊരാൾക്ക് ഭക്ഷണമില്ല, ഞാൻ അയാൾക്ക് എൻ്റെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതില്ലാതെ ഞാൻ അയാൾക്ക് കൊടുക്കാതെ മാറിയിരുന്ന് തിന്നുകയാണെങ്കിൽ ആ പൊളിറ്റിക്സ് വേറെ പൊളിറ്റിക്സ് അല്ല. ഗൗതം കാണുന്നത് പൊളിറ്റിക്സ് ആണ്, ഞാൻ കാണുന്നത് മനുഷ്യത്വമാണ്. അതാണ് മനുഷ്യത്വമാണ് അവിടെയുള്ള രാഷ്ട്രീയം. അതാണ് നമ്മൾ തമ്മിലുള്ള ചിന്ത. കാണുന്ന രാഷ്ട്രീയം അതല്ല. ചിന്ത ഇടതുപക്ഷ കണ്ണിലൂടെയാണ് ജനങ്ങളെ കാണുന്നത്, ഇടതുപക്ഷ ചിന്താഗതിയിലൂടെയാണ് ജനങ്ങളെ കാണുന്നത്, ഇടതുപക്ഷത്തിന്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് ചിന്തയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ചിന്ത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 10 പേര് ഇരിക്കുന്നിടത്ത് 9 പേരും ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഒരാൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഈ 9 പേരും ഈ ഒരാൾക്ക് കൊടുക്കുന്നിടത്താണ് രാഷ്ട്രീയം. അതെന്തിന്റെ രാഷ്ട്രീയം? മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഡിവൈഎഫ്ഐക്ക് ഉണ്ട് എന്നായിരിക്കും. അതുകൊണ്ടാണ് പൊതിച്ചോറിന്റെ ആ പൊതിച്ചോറ് അവിടെ പറയേണ്ടത് അങ്ങനെയാണോ? ആശുപത്രികളിൽ ഒരു പിന്നെ നെഞ്ചുവേദനയായി പോയാൽ പോലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടില്ലാത്ത ഒരു ജല ഹോസ്പിറ്റലിന്റെ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ പിന്നെ വളരെ ബുദ്ധിമുട്ടോടെ സംസാരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് തരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ബുദ്ധിയില്ലായ്മയാണോ രാഷ്ട്രീയമാണോ? തീർച്ചയായിട്ടും അവിടെ ഒരു അവിവേകമില്ലായ്മ ചിന്ത കാണിച്ചിട്ടുണ്ട്. വിവേകത്തിലല്ല പലപ്പോഴും ചിന്ത പ്രവർത്തിക്കുന്നത്, ചിന്ത സംസാരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സത്യം ചിന്ത തിരിച്ചറിഞ്ഞുകൊണ്ട് ചിന്താ ജെറോം എന്ന് പറയുന്നത് വളരെ കഴിവുള്ള, വളരെ പ്രഗത്ഭയായിട്ടുള്ള, സംസാരിക്കാൻ അറിയാവുന്ന, നേതൃപാടവമുള്ള, ചെറുപ്പത്തിലെ ബാലസംഘത്തിൽ നിന്നൊക്കെ വളർന്നു വന്ന തീപ്പൊരി നേതാവാണ്. ചിന്തയെന്ന് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ സംശയം എന്താണെന്ന് അറിയോ, ഈ ചിന്ത ജെറോം എന്നാണല്ലോ പേര്, ഈ ചിന്ത എങ്ങനെ കടന്നു വന്നു എന്നുള്ള. അതെ, ഈ ചിന്തയ്ക്ക് പലപ്പോഴും ചിന്തയില്ല എന്നുള്ളതാണ് ചിന്തയുടെ ഏറ്റവും വലിയ ചിന്തയായ പ്രശ്നം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഗൗതമിനെ? മനസ്സിലായിട്ടില്ല. ഇതാണ് ചിന്ത സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം. നമ്മൾ ആലോചിക്കുക, എന്താണ് ചിന്ത സംസാരിക്കുന്നത്? ആ ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത്. ആ ചിന്ത സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കതിനെ ഇപ്പോൾ ചില സമയത്ത് ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് പിടികിട്ടാത്ത വഴിക്കാണ്. ഗോവിന്ദൻ മാഷ് സംസാരിക്കുന്നത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. ഗോവിന്ദൻ മാഷ് പിന്നെ ഗോവിന്ദൻ മാഷിന്റെ രാഷ്ട്രീയമൊന്നും ചിന്തയ്ക്ക് 7 അയലത്തെത്തില്ല എന്നുള്ളതാണ്. കാരണം പിന്നെ മന്ത്രി രാജീവിന്റെ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടല്ലോ, പ്രതിക്രിയാവാദവും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഇവർക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇവരൊക്കെ അത് സംസാരിക്കുന്നതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഇരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കുന്ന ചില ഗൂഢലക്ഷ്യങ്ങളാണത്. അതല്ല ഇത്, ഇതല്ല അത് എന്ന് തോന്നിപ്പിക്കുന്ന വിധം അതും ഇതും കൂടി തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ മാറ്റണം. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് എക്സാലോജി അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരിയാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? പാർട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് പറയുന്നതിനേക്കാൾ അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ ഞങ്ങൾ അതിനെ കർശനമായി എതിർക്കും. ഏത് നടപടി? അപ്പോഴും മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പറയുന്നില്ല. അത് വേറെ രാഷ്ട്രീയമാണ്. ഗോവിന്ദൻ മാസ്റ്ററും രാജീവും ഒക്കെ കളിക്കുന്നത് വേറെ രാഷ്ട്രീയമാണ്. അത് ബുദ്ധിയുടെ രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. ചിന്ത പലപ്പോഴും പറയുന്നത് അവിവേകത്തിൻ്റെ രാഷ്ട്രീയമാണ്, വിവേകമില്ലായ്മയുടെ രാഷ്ട്രീയമാണ്. ചിന്ത പറയുന്നത് എന്താണെന്ന് പലപ്പോഴും ചിന്തയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക്
പോകുമ്പോഴാണ് ആളുകൾ അത് ട്രോളാക്കുന്നത്, ആളുകൾ അത് മോശം കമൻറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ആളുകൾ അതെടുത്ത് ഉടുക്കുന്നത് എന്ന് ഇപ്പം തരി ഭാഷയിൽ നമ്മൾ പറഞ്ഞ ആളുകൾ എടുത്തിട്ട് അലക്കി ഉടുക്കുന്നത് എന്നുള്ളത്. ചിന്ത വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ചിന്തയ്ക്ക് വളരെ ഉന്നതങ്ങളിൽ എത്താൻ കഴിയും. അതൊക്കെ നമ്മൾ ശരി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ബുദ്ധിശൂന്യതയെ അല്ലെങ്കിൽ ഈ അവിവേകത്തെ ചിന്ത കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ച് മാറ്റാൻ ശ്രമിക്കുക.